മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകിയുള്ള തട്ടിപ്പ് കേസിൽ നജീബ് കാന്തപുരം MLAയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെയും കേസെടുത്തു. നജീബ് കാന്തപുരത്തിന്റെ PA ആയ ഫസൽ വാരിസിനെതിരെയാണ് കേസ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക സെയ്തുണ്ട്. അനൽക, എന്താണ് വിശദാംശങ്ങൾ? അതായത് ഒരുപാട് പേർ തട്ടിപ്പിനിരയായ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 359 പേരാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത്. ഇവരിൽ നിന്നൊക്കെ തന്നെ ഈ സ്ത്രീകളടക്കം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്കൂട്ടറും അതോടൊപ്പം തന്നെ ഗൃഹോപകരണങ്ങളും ലാപ്ടോപ്പും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തതായിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയതായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ കാന്തപുരം, പൂനൂർ, എഗരൂർ എന്നീ ഈ സമീപ പ്രദേശങ്ങളിലെ ആൾക്കാരാണ്, സ്ത്രീകളാണ് ഈ തട്ടിപ്പിനിരയായിട്ടുള്ളത്. ഇത്തരത്തിൽ അതായത് കാന്തപുരത്തെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ സംഘടനയായ യങ് മെൻസ് കാന്തപുരം എന്ന NGOക്ക് കീഴിലാണ് സംഘടനയ്ക്ക് കീഴിലാണ് ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയിട്ടുള്ളത്. ഈ സംഘടന പ്രവർത്തിക്കുന്നത് നജീബ് കാന്തപുരം MLAയുടെ PA ആയിട്ടുള്ള ഫസൽ ഫാരിസിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഏകദേശം 1 കോടിയോളം രൂപയുടെ സാധന സാമഗ്രികളാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പിന് ഇരയാർക്ക് ലഭിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന സംശയത്തിലാണ്. അങ്ങനെയാണ് പോലീസിന്റെ നിഗമനം. ഗൗതം. ശരി, അനൽക്കയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.